ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏകദേശം 4 വർഷമായി ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വീട്ടിൽ അടിമയെ പോലെയാണ് പാർപ്പിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോലും അവർക്ക് അനുവാദമില്ലായിരുന്നു. സ്വന്തം അമ്മയുടെ വീട്ടിൽ പോകാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എല്ലാ ദിവസവും ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കണം. ഒരിക്കൽ ഭാര്യ തന്റെ ഭർത്തൃ സഹോദരന്റെ കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരിലുള്ള ഒരു ചടങ്ങിന് പോകാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അതിനും അയാൾ സമ്മതിച്ചില്ല. എപ്പോഴും വീട്ടിലുണ്ടാവാറുള്ള സഹോദരന്റെ കുടുംബം ഇന്ന് വീട്ടിലില്ലാത്തത് കൊണ്ട് ഈ 2 ദിവസം നമുക്ക് വീട്ടിൽ തനിച്ചാഘോഷിക്കാം എന്ന് പറഞ്ഞ് അപ്പോഴും അയാൾ അവളെ പുറത്തു പോകാൻ അനുവദിച്ചില്ല. ഇതെല്ലാം സ്നേഹത്തോടെ ഭാര്യ സഹിച്ചെങ്കിലും ആ ഭർത്താവ് ശരിക്ക് കുളിക്കുക പോലും ചെയ്യാത്ത ഒരാളായിരുന്നു. പന്നികളെ വേട്ടയാടി വന്ന് അതേപടി ഭാര്യയുടെ കൂടെ വന്ന് കിടന്നുറങ്ങും. ഇങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ നരകയാതന അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഭാര്യ ആ ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു ഭീകരമായ സംഭവം ചെയ്യുന്നു. ആ ഗ്രാമത്തിൽ നിന്നൊരാളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നു. ഗ്രാമവാസികളും പോലീസുകാരും എല്ലായിടത്തും അയാളെ തിരയുന്നു. അങ്ങനെ കാണാതായ ആ വ്യക്തിയും 4 വർഷമായി വീടിന് പുറത്തിറങ്ങാതെ അടിമയായി കഴിയുന്ന ഈ ഭാര്യയും തമ്മിൽ എന്ത് ബന്ധം? അതിനുശേഷം ഈ കഥ എവിടെ അവസാനിക്കുന്നു എന്നൊക്കെയുള്ള ട്വിസ്റ്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ പേര് റിബൻ സ്വാമി എന്നാണ്. ഇതൊരു കന്നഡ സിനിമയാണ്. കർണാടകയിലെ ഒരു ഗ്രാമമാണ് സിനിമയുടെ പശ്ചാത്തലം. ആ ഗ്രാമത്തിലെ ജനങ്ങളും പോലീസുകാരും എല്ലാം ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ്. നമ്മുടെ സിനിമയിലെ നായികയായ മംഗളയും തന്റെ വീടിന്റെ വാതിൽക്കൽ ഇരുന്ന് വാവിട്ട് കരയുകയാണ്. അവിടെ ഭീകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ കഥ മുഴുവൻ കേൾക്കണം. സീൻ കട്ട് ചെയ്ത് നമ്മുടെ നായകന്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് വീരസ്വാമി. പണ്ട് കാലത്ത് വേട്ടയ്ക്കൊക്കെ പോയി ഒരു നാട്ടുപ്രമാണിയെ പോലെ ആ നാട്ടിൽ ജീവിച്ചിരുന്നയാളാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ജീവനോടെയില്ല. അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്. ഒന്ന് നമ്മുടെ നായകനായ സ്വാമി, മറ്റൊന്ന് ഒരു മൂത്ത മകൻ. ആ വീട്ടിലെ മൂത്ത മകന് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. 2ാമത്തെ മകനാണ് നമ്മുടെ നായകനായ സ്വാമി. അവനും വിവാഹിതനാണ്. അവന്റെ ഭാര്യയാണ് നമ്മുടെ നായിക മംഗള. 4 വർഷമായി കുട്ടികളൊന്നുമില്ലാതെ അവളെ വീടിനുള്ളിൽ അടിമയെ പോലെ പാർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും മംഗള ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും തനിക്ക് പുറത്തു പോകാൻ കിട്ടുന്ന ഒരേയൊരു അവസരമായ ഭർത്തൃ സഹോദരന്റെ കുട്ടിയെ ഓട്ടോയിൽ കയറ്റി വിടുകയും ചെയ്യുന്നു. നമ്മുടെ നായകന് സ്വന്തമായി ആ മലയോര ഗ്രാമത്തിൽ വലിയൊരു തോട്ടമുണ്ട്. തേയിലത്തോട്ടം പോലെ. അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പുറത്തിരുത്തി ഭക്ഷണം വിളമ്പുന്നതും മംഗളയാണ്. സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. നായകൻ ആ ഏരിയയിലെ വലിയൊരാളാണ്. അവനെന്നും പറഞ്ഞ് ഒരു 5 അംഗ സംഘമുണ്ട്. അതിൽ സന്തോഷ് എന്ന് പേരുള്ള ഒരു ഉറ്റ സുഹൃത്തുമുണ്ട്. നാട്ടിലെ തർക്കങ്ങളിൽ ഇടപെടുക, മറ്റുള്ളവരുമായി വഴക്കിടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ എല്ലാം നായകൻ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നായകന് പന്നിയിറച്ചി കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇപ്പോഴും ഒരു പന്നിയെ വേട്ടയാടി അതിന്റെ ഇറച്ചി ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ കൂട്ടുകാരുമായി ചേർന്ന് മദ്യപിക്കാൻ പോകുന്നു. ഇത് നല്ല അടിപൊളിയായി പാചകം ചെയ്തു വെക്കണം എന്ന് കാടൻ രീതിയിൽ പറഞ്ഞിട്ട് പോകുന്നു. നായകന്റെ മുഖം എപ്പോഴും ദേഷ്യം നിറഞ്ഞതാണ്. ഭാര്യയോടും അവൻ ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത്. അങ്ങനെ അവർ മദ്യപിക്കുകയും നായകന്റെ ഭാര്യ പാചകം ചെയ്ത് ഭക്ഷണം നായകന്റെ 5 കൂട്ടാളികളും ഉറ്റ സുഹൃത്തായ സന്തോഷം ചേർന്ന് കഴിക്കുന്നതും കാണിക്കുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് ആ ഊരിലേക്ക് ഒരു പുതിയ ലേഡി ഇൻസ്പെക്ടർ വരുന്നത്. അവർ ഒരു ഓട്ടോയിലാണ് വന്നിറങ്ങുന്നത്. ഓട്ടോക്കാരൻ 100 രൂപ ചോദിക്കുമ്പോൾ അടുത്തുള്ള ഈ സ്ഥലത്തേക്ക് വരാൻ 100 രൂപയോ, അതും ഒരു ഇൻസ്പെക്ടറോട് തന്നെയോ എന്ന് ചോദിച്ച് ആ ഓട്ടോക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലുന്നു. അതേസമയം അയ്യപ്പ എന്നു പേരുള്ള ഒരു എതിർ സംഘത്തെ കാണിക്കുന്നു. ഈ സംഘത്തിലുള്ള അയ്യപ്പയും നമ്മുടെ നായകനും എപ്പോഴും വഴക്കാണ്. ഇപ്പോഴും ഒരു സ്കൂൾ പരിപാടിക്കിടെ അവർ തമ്മിൽ വഴക്കിടുന്നു. ഈ വഴക്കിൽ പുതുതായി വന്ന ലേഡി ഇൻസ്പെക്ടർ ഇരുവരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ നാട്ടിലെ എന്ത് പ്രശ്നവും ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം, ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ സമാധാനമായി ലേഡി ഇൻസ്പെക്ടറെ വളരെ മോശമായി സംസാരിക്കുന്നു. ഇതിൽ നമ്മുടെ നായകനും ലേഡി ഇൻസ്പെക്ടറും തമ്മിൽ വലിയ വഴക്കാകുന്നു. എന്നാൽ അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ നായകനെ തടഞ്ഞു നിർത്തി സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞയക്കുന്നു. മാഡം, ഇവന്റെ പേരാണ് റിബൻ സ്വാമി. ഇവനെ അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ പറ്റില്ല. ഇവിടെ ഒരു പ്രമാണിയെ പോലെയാണ് അവൻ ജീവിക്കുന്നത്. വലിയ വലിയ ആൾക്കാരുമായി അവന് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ അയാൾക്ക് വലിയ ബിൽഡപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായകന്റെ സുഹൃത്ത് സന്തോഷിനെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചു വെച്ചോളൂ. കഥയിൽ വലിയൊരു വഴിത്തിരിവ് അവനാണ്. അവനെയും നമ്മുടെ നായകൻ വീട്ടിൽ കൊണ്ടുവിട്ടു. സന്തോഷിന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. എപ്പോഴും ആ റിബൻ സ്വാമിയുടെ കൂടെ കറങ്ങി നടന്ന് മുഖമൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ട് വരരുതെന്ന് സന്തോഷിന്റെ അമ്മ അവനെ ഉപദേശിക്കാറുണ്ട്. പലരും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കും. എന്നാൽ ഇവിടെ നമ്മുടെ നായകൻ റിബൻ സ്വാമിയുടെ ഭാര്യയാണ് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്. അതായത് അവരൊരു ഡോക്ടറാണ്. നായകനെ വിവാഹം കഴിച്ചതിന് ശേഷം വീട് വിട്ട് പുറത്തു പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്
നായകന്റെ ബന്ധുക്കൾക്ക് മാത്രം അവർ വീട്ടിലിരുന്ന് ചികിത്സ നൽകുന്നു. ഇങ്ങനെ ഈ കഥ പോകുമ്പോഴാണ് ഒരു രാത്രിയിൽ ആവേശകരമായ ഒരു സംഭവം നടക്കുന്നത്. നമ്മുടെ നായകൻ റിബൻ സ്വാമിക്ക് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ പോലുമില്ല. എപ്പോഴും ഭാര്യയുടെ ഫോണിൽ നിന്നാണ് മറ്റുള്ളവരുമായി സംസാരിക്കുന്നത്. ആ രാത്രി നായകൻ തന്റെ ജീപ്പും എടുത്ത് ഏതോ ഒരു കാട്ടിലേക്ക് പോകുന്നു. തിരികെ വന്ന് ഭാര്യയുടെ ഫോൺ വാങ്ങി തന്റെ 5 കൂട്ടാളികളെയും, അതായത് മദ്യപിക്കാൻ ഒന്നിച്ചു കൂടാറുള്ളവർ, ഗ്രാമത്തിന്റെ പുറത്തുള്ള തന്റെ തോട്ടത്തിലേക്ക് വിളിക്കുന്നു. അവരും തോട്ടത്തിലേക്ക് വരുന്നുണ്ട്. നായകൻ തന്റെ ജീപ്പിലുള്ള ഒരു ചാക്ക് കെട്ട് കാണിച്ച് ഈ ചാക്ക് പോലീസും നാട്ടുകാരും അറിയാതെ ഇവിടെ കുഴിച്ചിടണം എന്ന് പറയുന്നു. ചാക്കിനുള്ളിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിലൊരു പുലിയുണ്ട്. കാട്ടിലൂടെ ജീപ്പ് ഓടിച്ചു പോകുമ്പോൾ പുലി കുറുകെ ചാടി. ഞാൻ അതിനെ ഇടിച്ചു എന്ന് പറയുന്നു. എന്താണിത്, പുലിയൊക്കെ ഇങ്ങനെ കുറുകെ ചാടുമോ? അത് പുലിക്കൊരു അപമാനമല്ലേ? ഇവൻ പറയുന്നത് സത്യമാണോ അതോ നുണയാണോ? ഈ ചാക്കിനുള്ളിൽ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ അവർക്ക് സംശയം തോന്നുന്നു. എന്നാലും നായകന്റെ കൂട്ടാളികളായതുകൊണ്ടും ഈ ചാക്ക് കുഴിച്ചിട്ടാൽ മദ്യപിക്കാൻ നായകൻ പണം തരുമെന്ന് കരുതിയും അവർ അവിടെ കുഴിയെടുത്ത് ആ ചാക്ക് അതിലിടുന്നു. അപ്പോൾ ആ ചാക്കിൽ നിന്ന് ഒരു വിരൽ പുറത്തേക്ക് കാണുന്നു. ഈ 5 പേരും അത് കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവർ അത് കുഴിച്ചു മൂടുന്നു. എല്ലാ പണിയും കഴിഞ്ഞു. ഓരോരുത്തർക്കും 500 രൂപ വെച്ച് തന്നാൽ മദ്യപിക്കാമായിരുന്നു എന്നവർ നായകനോട് പറയുന്നു. എന്നാൽ നായകൻ പണം നൽകാൻ വിസമ്മതിക്കുന്നു. നീ പണം തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പണിയെല്ലാം ചെയ്തത്. ഇപ്പോൾ പണം തരില്ലെന്ന് പറയുന്നു. നിന്റെ കൂട്ടാളികൾക്ക് നീ ഇതുപോലും ചെയ്യില്ലേ എന്നവർ നായകനോട് തുല്യമായി സംസാരിക്കുന്നു. താഴേക്കിടയിലുള്ള നായ്ക്കളായ നിങ്ങൾ എന്നോട് തുല്യമായി സംസാരിക്കുന്നോ എന്ന് നായകൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇതിൽ ആ 5 പേരും ഞെട്ടിപ്പോകുന്നു. അങ്ങനെ നായകനും അവരും തമ്മിൽ വലിയ വഴക്കാകുന്നു. ഇപ്പോൾ നായകൻ വീട്ടിലേക്ക് മടങ്ങുന്നു. നായകന്റെ ഷർട്ടിൽ ചുവന്ന നിറത്തിലുള്ള എന്തോ കറയുണ്ടെന്ന് ഭാര്യ ശ്രദ്ധിക്കുന്നു. ഈ ഷർട്ട് അലക്കിയിടൂ എന്ന് പറഞ്ഞ് അവൻ സാധാരണ പോലെ മുറിയിലേക്ക് പോകുന്നു. അവളും ഷർട്ട് അലക്കിയിട്ട് മുറിയിലേക്ക് വരുന്നു. എന്താണ് ആ കറ? എവിടെ പോയിട്ട് വരുന്നു എന്നൊക്കെ നായിക ഭർത്താവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് നായകൻ നായികയെ അടുത്തേക്ക് വലിക്കുന്നു. സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. നായകന്റെ വീടിന് മുകളിൽ ഒരു രഹസ്യ മുറിയുണ്ട്. ആ മുറിയിലേക്ക് നായകൻ പോയി വരുന്നതും കാണിക്കുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കാനായി നായകൻ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നു. നായകന്റെ ഒരു സഹോദരൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സഹോദരനും നായകന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അനിയ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഞങ്ങളുടെ ബന്ധുവിന്റെ കല്യാണത്തിന് ഞാനും എന്റെ ഭാര്യയും ബാംഗ്ലൂരിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. നിന്റെ ഭാര്യ വീടിനുള്ളിൽ തന്നെ കഴിയുകയല്ലേ? അവളെയും കൂടെ കൊണ്ടുപോകട്ടെ എന്ന് സഹോദരൻ നായകനോട് അനുവാദം ചോദിക്കുന്നു. നായകൻ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് അതിന് സമ്മതിക്കുന്നു. നായിക അവിടെ സന്തോഷം കൊണ്ട് മതിമറക്കുന്നു. മറ്റൊരു വശത്ത് നായകന്റെ ആ 5 കൂട്ടാളികൾ നായകനുമായി വഴക്കിട്ടതുകൊണ്ട് നേരെ പോലീസിന്റെ അടുത്തേക്ക് പോകുന്നു. ആ ലേഡി ഇൻസ്പെക്ടറോട്, ഇന്നലെ ഈ റിബൻ സ്വാമി അവന്റെ ജീപ്പിലിടിച്ച് ഒരു പുലിയെ കൊന്നു, ഞങ്ങളാണ് അത് കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞ് ഒറ്റിക്കൊടുക്കുന്നു. ഇപ്പോൾ ആ ലേഡി ഇൻസ്പെക്ടറും ആ സ്ഥലത്തേക്ക് വന്ന് ആ 5 പേരോടും അത് കുഴിച്ചെടുക്കാൻ പറയുന്നു. ഇത് നായകനും കാണുന്നുണ്ട്. അവന്റെ ദേഷ്യം കൂടുന്നു. അതൊന്നും കുഴിച്ചെടുക്കേണ്ട എന്ന് പറഞ്ഞ് അവൻ തടയുന്നു. അപ്പോഴാണ് ലേഡി ഇൻസ്പെക്ടർക്ക് സംശയം തോന്നുന്നത്. ശരിക്കും പുലിയെ തന്നെയാണോ കുഴിച്ചിട്ടത് അതോ വേറെന്തെങ്കിലും ആണോ എന്ന് സംശയിച്ച് അവരെ കൊണ്ട് കുഴിപ്പിക്കുന്നു. 5 പേരും ഇവനുമായി വഴക്കിട്ടത് കൊണ്ട് ഇവൻ പോലീസിന്റെ കയ്യിൽ പെട്ടല്ലോ എന്ന് കരുതി കുഴിക്കുന്നു. അവിടെ ഒരു ചാക്കുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ പുലിയല്ല, മറിച്ച് മുറിവേറ്റ ഒരു പന്നിയാണ്. ഇപ്പോൾ നായകൻ ചിരിക്കുന്നു. ഈ പന്നിയെയാണ് ഇന്നലെ ഞാൻ ഇവരെ കൊണ്ട് കുഴിപ്പിച്ചത്. അതിനിടയിൽ പുലിയാണെന്ന് പറഞ്ഞ് എന്റെ മേൽ കുറ്റം ചാർത്താൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അവൻ രക്ഷപ്പെടുന്നു. ഇപ്പോൾ ആ ഇൻസ്പെക്ടർ ലേഡി ആ 5 പേരെയും വഴക്ക് പറയുന്നു. ഇനി ഇതുപോലെയുള്ള കേസുകളുമായി വന്നാൽ അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ നായകൻ ആ 5 പേരോടും, എന്റെ കൂടെ നടന്നിട്ട് എനിക്കെതിരെ തന്നെ കുഴി കുഴിക്കുന്നു. ഇന്നലെ നിങ്ങളെ കൊണ്ട് കുഴിച്ചിടാൻ പറഞ്ഞത് പുലിയെയല്ല, ഒരു മനുഷ്യനെയാണ്. അതെ, ഞാൻ ഒരാളെ കൊന്നു. അവനെയാണ് കുഴിച്ചിടാൻ പറഞ്ഞത്. ഈ കാട്ടിൽ എവിടെയോ അവന്റെ ശരീരം ഇപ്പോഴുമുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കണ്ടുപിടിച്ചോളൂ. പക്ഷെ ഒന്നോർത്തോ, അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ 5 പേരെയും ഇവിടെ കുഴിച്ചു മൂടപ്പെടും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നു. ഇപ്പോൾ 5 പേരും ഭയന്നു പോകുന്നുണ്ട്. സീൻ കട്ട് ചെയ്ത് നായകന്റെ ഉറ്റ സുഹൃത്തായ സന്തോഷിനെ കാണാനില്ല എന്നതാണ് കാണിക്കുന്നത്. അതായത് അവനെ ഇന്നലെ മുതൽ കാണാനില്ല. അവന്റെ അമ്മ എല്ലായിടത്തും അവനെ തിരയുന്നു. നായകനാണല്ലോ സന്തോഷിന്റെ ഉറ്റ സുഹൃത്ത്. അതുകൊണ്ട് നായകന്റെ അടുത്ത് വന്ന്, എന്റെ മകൻ സന്തോഷ് നിന്റെ വീട്ടിൽ വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. സന്തോഷിനെ ഞാൻ 2 ദിവസമായി കണ്ടിട്ടേയില്ല, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ ബന്ധുവീടുകളിൽ അന്വേഷിക്കുകയോ ചെയ്യൂ എന്ന് പറഞ്ഞ് നായകൻ വളരെ സാധാരണമായി അവിടെ നിന്ന് പോകുന്നു.
ഇപ്പോൾ നായകന്റെ ഭാര്യ ബാംഗ്ലൂരിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചിരുന്നല്ലോ. അവൾ ബാംഗ്ലൂരിലേക്ക് പോകാനായി നായകന്റെ സഹോദരന്റെ കുടുംബത്തോടൊപ്പം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നായകൻ അവളെ തടഞ്ഞു നിർത്തുന്നു. അന്ന് ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞപ്പോൾ നീ എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പോയിക്കോ എന്നാണോ അർത്ഥം? നീ എങ്ങോട്ടും പോകണ്ട, അവർ മാത്രം പോയിട്ട് വരട്ടെ, വീട്ടിലിരിക്കുക എന്ന് പറയുന്നു. ഇതിൽ നായകന്റെ ഭാര്യ തകർന്നു പോകുന്നു. നായകന്റെ സഹോദരനും കുടുംബവും ഇവനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ഭാര്യ സങ്കടത്തോടെ വീടിനുള്ളിലേക്ക് പോകുന്നത് നായകൻ ശ്രദ്ധിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ അടിമയായി കഴിയുകയാണല്ലോ, പുറത്തുപോലും പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സാരി ഉടുക്കുമ്പോൾ നായകൻ അത് കണ്ടിട്ട് ഭാര്യയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുന്നു. വെറുതെ കരയണ്ട, വിവാഹം കഴിഞ്ഞ് ഈ 4 വർഷവും എന്റെ സഹോദരൻ ഈ വീട്ടിലുണ്ടായിരുന്നില്ലേ, നമുക്ക് സ്വതന്ത്രമായിരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ വിവാഹത്തിന് പോയ ഈ 4 ദിവസം നമുക്ക് സ്വതന്ത്രമായി തനിച്ചാകാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ പോകാൻ വിടാഞ്ഞത് എന്ന് പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിക്കുന്നു. വീണ്ടും ഭാര്യയുടെ അടുത്തേക്ക് അവൻ കിടക്കാൻ വരുമ്പോൾ ഒന്ന് കുളിച്ചിട്ട് വരാമോ, വല്ലാത്ത നാറ്റമുണ്ട് എന്ന് ഭാര്യ പറയുന്നു. അവൻ അവളെ തുറിച്ചു നോക്കുന്നു. അവൾ അവിടെയും അഡ്ജസ്റ്റ് ചെയ്യുന്നതായി കാണിക്കുന്നു. അടുത്ത ദിവസം രാവിലെ നായകന്റെ വീട്ടിലേക്ക് ഒരു പുതിയ പോലീസുകാരൻ വരുന്നു. ഇയാളുടെ പേര് മോഹൻ. ഇയാൾ നമ്മുടെ നായകന്റെ സുഹൃത്താണ്. നായകൻ സഹായിച്ചതുകൊണ്ടാണ് ഇയാൾ പോലീസായത്. നായകന്റെ നാട്ടിൽ തന്നെയാണ് അയാൾക്ക് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. സർപ്രൈസായി മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നായകന്റെ ഭാര്യയ്ക്ക് കൊടുത്ത് നായകനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. മറ്റൊരു വശത്ത് നായകന്റെ 5 കൂട്ടാളികൾ നായകനോട് ശത്രുതയിലായതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നും അവൻ സമാധാനമായി ജീവിക്കരുതെന്നും പദ്ധതിയിടുന്നു. ഇപ്പോൾ നായകന്റെ സുഹൃത്ത് മോഹൻ വന്നിട്ടുണ്ടല്ലോ. ആ പോലീസുകാരനും അവന്റെ ഭാര്യയും നായകന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവന്റെ ഭാര്യ എപ്പോഴും നമ്മുടെ നായകനെ അണ്ണൻ, അതായത് ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ചേച്ചി, ചേട്ടൻ നിങ്ങളെ എങ്ങനെയാണ് നോക്കുന്നത്? ചേട്ടനിൽ ഒരു കാര്യം മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക എന്ന് നായികയോട് ചോദിക്കുന്നു. നായിക: അദ്ദേഹം കുളിച്ചിട്ട് വന്നാൽ നല്ലതായിരുന്നു. ചിലപ്പോൾ കുളിക്കാതെ ഇരിക്കും, അത് മാത്രമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് പറയുന്നു. ഇതിൽ നായകന്റെ മുഖം മാറുന്നു. തന്റെ ഭാര്യയെ വഴക്ക് പറയാതെ ആ ചോദ്യം ചോദിച്ച മോഹന്റെ ഭാര്യയോട്, നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ, ഇങ്ങനെ ഓരോ ചോദ്യവുമായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇതിൽ മോഹന്റെ ഭാര്യ കരയുന്നു. ഇങ്ങനെ ദേഷ്യക്കാരനായിരിക്കുന്ന നമ്മുടെ നായകൻ ഒരു കാലത്ത് പ്രണയ നായകനായിരുന്നു. പ്രണയിച്ചാണ് നായകൻ ഭാര്യയെ വിവാഹം കഴിച്ചത്. അതെങ്ങനെയെന്നാൽ 4-5 വർഷം മുൻപ് ഒരു മെഡിക്കൽ ക്യാമ്പിനായാണ് നമ്മുടെ നായിക ആദ്യമായി നായകന്റെ ഗ്രാമത്തിലേക്ക് വരുന്നത്. അപ്പോഴും ഇതുപോലെ കറങ്ങി നടക്കുന്ന നമ്മുടെ നായകൻ എന്തൊരു സുന്ദരിയായ പെൺകുട്ടി എന്ന് പറഞ്ഞ് നായികയുമായി പ്രണയത്തിലാകുന്നു. നായകൻ എവിടെയെങ്കിലും തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടി കടന്നു പോകുന്ന നായിക നായകനെ തന്നെ നോക്കുമായിരുന്നു. ഇതിലെല്ലാം ട്വിസ്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക. അതിൽ നായകൻ വീണ്ടും മയങ്ങിപ്പോകുന്നു. അതിനുശേഷമാണ് ആ പ്രണയം നായികയുടെ വീട്ടിൽ പറഞ്ഞ് തനിക്ക് സ്വത്തുണ്ടെന്നും വലിയൊരു പ്രമാണി കുടുംബമാണെന്നും പറഞ്ഞ് നായികയെ വിവാഹം കഴിച്ച് ഈ 4 വർഷമായി വീട്ടിൽ അടിമയായി നടത്തിയത്. ആ രാത്രിയിൽ നമ്മുടെ നായകൻ തന്റെ സുഹൃത്തായ മോഹൻ എന്ന പോലീസുകാരനുമായി മദ്യപിക്കുകയാണ്. മച്ചാ, നമ്മുടെ സന്തോഷ് എവിടെ പോയി? അവൻ നിന്റെ ഉറ്റ സുഹൃത്തല്ലേ? ചെറുപ്പം മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? അവനെ 2 ദിവസമായി കാണാനില്ലെന്ന് പറഞ്ഞ് അവന്റെ അമ്മ പലയിടത്തും തിരക്കുന്നു. നമ്മുടെ സ്റ്റേഷനിൽ പോലും അവന്റെ അമ്മ വന്നൊരു കേസ് കൊടുത്തിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ നായകൻ നമ്മുടെ സന്തോഷിനെ കൊന്നത് ഞാൻ തന്നെയാണ് എന്ന സത്യം പറയുന്നത്. ഇത് മോഹന് വലിയ ഞെട്ടലുണ്ടാക്കുന്നു. നീ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ വീട്ടിൽ നീ ആഗ്രഹത്തോടെ സംരക്ഷിക്കുന്ന ഒരു വസ്തു മറ്റൊരാൾ വന്നെടുക്കാൻ ശ്രമിച്ചാൽ നീ എന്ത് ചെയ്യും? അത് തന്നെയാണ് ആ സന്തോഷ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അവന്റെ വീട്ടിൽ പോയി അവന്റെ കഥ അവന്റെ വീട്ടിൽ വെച്ച് തന്നെ തീർത്ത് അവനെ ഒരു ചാക്കിൽ കെട്ടി ആർക്കും അറിയാത്ത ഒരിടത്ത് കുഴിച്ചു വെച്ചത് എന്നെല്ലാം നമ്മുടെ നായകൻ തന്റെ സുഹൃത്ത് മോഹനോട് പറയുന്നുണ്ട്. എന്താടാ നീ പറയുന്നത്? അവൻ നമ്മുടെ സുഹൃത്തല്ലേ, അവൻ എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? അങ്ങനെ എന്താണ് അവൻ നിന്നോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, എന്റെ ഭാര്യയെ അവൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതെ, ഞാൻ അറിയാതെ അവൻ എന്റെ ഭാര്യയെ തൊടുന്നതും എന്റെ വീട്ടിൽ വരുമ്പോഴെല്ലാം അവൻ എന്റെ ഭാര്യയുമായി മോശമായി പെരുമാറുന്നതും, എന്തിനേറെ എന്റെ ഭാര്യയും അവന്റെ കൂടെ ഒന്നിച്ചായിരുന്നു. ഇതെല്ലാം ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ നേരിൽ കണ്ടു. അപ്പോൾ വന്ന ദേഷ്യത്തിൽ എന്റെ ഭാര്യയുടെ മേലാണോ കൈവെക്കുന്നതെന്ന് ചോദിച്ചാണ് ഞാൻ അവന്റെ കഥ കഴിച്ചതെന്ന് പറയുന്നു. ഈ കാര്യം നിന്റെ ഭാര്യയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കറിയില്ല എന്നാണ് നായകൻ പറയുന്നത്. കാരണം അടുത്തത് അവളുടെ കഥയാണ് ഞാൻ തീർക്കാൻ പോകുന്നത് എന്നും നായകൻ പറയുന്നു. എന്താണ് നീ പറയുന്നത്? അതെ, എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ച എന്റെ സുഹൃത്തിന്റെ കഥ ഞാൻ തീർത്തു. ഇനി എന്നെ വിവാഹം കഴിച്ച് ചതിച്ച എന്റെ ഭാര്യയുടെ കഥ തീർക്കണ്ടേ? ഇതെല്ലാം എന്തിനാണ് നിന്നോട് പറയുന്നതെന്നറിയാമോ? നീ ചെറുപ്പത്തിൽ കഷ്ടപ്പെടുമ്പോൾ നിന്റെ പഠിപ്പിന് സഹായിച്ചത് എന്റെ അച്ഛനാണ്. നീ പോലീസ് ആകണമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ പോസ്റ്റിങ്ങിന് സഹായിച്ചത് ഞാനാണ്.
അതുപോലെ ഞാനിപ്പോൾ കൊന്ന എൻ്റെ സുഹൃത്തിന്റെ കേസിൽ നിന്നും അടുത്തതായി ഞാൻ കൊല്ലാൻ പോകുന്ന എൻ്റെ ഭാര്യയുടെ കേസിൽ നിന്നും നീയാണ് എന്നെ രക്ഷിക്കേണ്ടത്. പുറത്തറിയാതെ നോക്കണം എന്നെല്ലാം തന്റെ സുഹൃത്ത് മോഹനോട് പറയുന്നു. സീൻ കട്ട് ചെയ്ത് മറ്റൊരു വശത്ത് നമ്മുടെ നായകൻ റിബൻ സ്വാമിയുടെ ചരിത്രത്തെക്കുറിച്ച് ആ ലേഡി ഇൻസ്പെക്ടർ അവിടുത്തെ കോൺസ്റ്റബിളിനോട് ചോദിച്ചറിയുന്നു. അപ്പോഴാണ് നമ്മുടെ നായകന്റെ അച്ഛന്റെ പേര് വീരസ്വാമി എന്നാണെന്നും അദ്ദേഹം ഒരു ദിവസം കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ നായകനും കൂടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ തോക്ക് തിരിച്ച് വെടിപൊട്ടി, അതായത് ബാക്ക് ഫയർ ചെയ്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നും അറിയുന്നത്. അദ്ദേഹം മരിച്ച് കുറച്ച് നാളുകൾക്കകം നായകന്റെ അമ്മയും അസുഖം ബാധിച്ചു മരിച്ചു. നായകന്റെ അച്ഛൻ വീരസ്വാമി മരിച്ച കാലത്ത് നായകന്റെ സുഹൃത്ത് സന്തോഷിന്റെ, അതായത് ഇപ്പോൾ കാണാതായവന്റെ അമ്മ നായകന്റെ വീട്ടിൽ വേലക്കാരിയായിരുന്നുവെന്നും പോലീസുകാർ മനസ്സിലാക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ നായകൻ തന്റെ ഭാര്യയെ ദേഷ്യത്തോടെ നോക്കുന്നതാണ് കാണിക്കുന്നത്. ഭാര്യയെ കാണുന്തോറും സന്തോഷിനൊപ്പം അവൾ ഒന്നിച്ചുണ്ടായിരുന്നത് അയാൾക്ക് ഓർമ്മ വരുന്നു. വീട്ടിലെ വലിയ തോക്കെടുത്ത് ഭാര്യയുടെ കഥ തീർക്കാമെന്ന് കരുതി അവൾക്ക് നേരെ അടയാളപ്പെടുത്തുമ്പോൾ അതുവഴി വരുന്ന നായകന്റെ സുഹൃത്ത് മോഹൻ തടഞ്ഞു നിർത്തുന്നു. നിനക്ക് ഭ്രാന്താണോ? ഇങ്ങനെ പരസ്യമായി ഒന്നും ചെയ്യരുത്. പിന്നെ ഞാൻ വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. കുറച്ചു കാലം കാത്തിരിക്കൂ എന്ന് പറയുന്നു. ഇവിടെ സന്തോഷിന്റെ അമ്മ നായകൻ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം എൻ്റെ മകനെ കണ്ടോ? 4 ദിവസമായി കാണാനില്ല, എവിടെ പോയെന്ന് അറിയില്ല എന്ന് ചോദിച്ച് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം നായകന്റെ ഭാര്യ അവന് മസാജ് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ നായകനുമായി വഴക്കിട്ട ആ 5 കൂട്ടാളികൾ തോക്കുമായി വന്ന് നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു. നായകന് വല്ലാത്ത ദേഷ്യം വരുന്നു. അവൻ വീട്ടിലെ നാടൻ തോക്കെടുത്ത് ആ 5 പേരെയും ഓടിക്കുന്നു. കാട്ടിലേക്ക് കൊണ്ടുപോയി അവനെ കൊല്ലാൻ അവർ പദ്ധതിയിടുമ്പോൾ ഭാഗ്യത്തിന് നായകന്റെ സുഹൃത്ത് മോഹൻ വന്ന് തടഞ്ഞു നിർത്തി നായകനെ രക്ഷിക്കുന്നു. നായകൻ വീട്ടിലിരിക്കുമ്പോൾ വീണ്ടും തന്റെ ഭാര്യയെ കാണുന്നു. പിന്നിൽ ഒരു വെട്ടുകത്തിയുമായി ഭാര്യയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ തിരിഞ്ഞ് എന്താ എന്ന് ചോദിക്കുന്നു. അവൻ ആയുധം മറച്ചുവെച്ച് ഒന്നുമില്ല എന്ന് പറയുന്നു. മറ്റൊരു വശത്ത് നായകന്റെ 5 കൂട്ടാളികളെ കാണിക്കുന്നു. അതിൽ 2 പേർക്ക് പെട്ടെന്നൊരു ആശയം തോന്നുന്നു. അന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു ചാക്ക് കുഴിച്ചിട്ടല്ലോ. ആ ചാക്കിന് നല്ല ഭാരമുണ്ടായിരുന്നു. പക്ഷെ അന്ന് കുഴിയിൽ നിന്നെടുത്ത ചാക്കിന് ഭാരം കുറവായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ആ പന്നിയെ കുഴിച്ചിട്ട സ്ഥലത്തിന് താഴെ നമ്മൾ കുറച്ചുകൂടി കുഴിക്കണമായിരുന്നു. അവിടെ എന്തെങ്കിലും കിട്ടിയേക്കാം എന്നവർ ഊഹിക്കുന്നു. അങ്ങനെ നായകൻ അറിയാതെ അവന്റെ തോട്ടത്തിൽ പോയി ആ 2 പേരും പന്നിയുടെ ചാക്കിന് താഴെ വീണ്ടും ആഴത്തിൽ കുഴിക്കുന്നു. അങ്ങനെ കുഴിക്കുമ്പോൾ ഭീകരമായ ഒരു ചാക്ക് കെട്ട് കിട്ടുന്നു. ആ ചാക്ക് പുറത്തെടുത്ത് അവർ പോലീസായ ലേഡി ഇൻസ്പെക്ടറെ വിവരമറിയിക്കുന്നു. അവിടെ എല്ലാവരും കൂടുന്നു. ആ ചാക്ക് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു മനുഷ്യന്റെ ശരീരമാണ്. നായകനും സംഭവ സ്ഥലത്തേക്ക് വരുന്നു. ഇതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. ഞാൻ പന്നിയെ മാത്രമാണ് കുഴിച്ചിട്ടത്. അന്ന് നിങ്ങൾ പന്നിയെ കുഴിച്ചിട്ടത് മറ്റാരോ കണ്ട് എന്റെ മേൽ കുറ്റം ചാർത്താനായി ഇവിടെ ഒരു മൃതദേഹം കുഴിച്ചിട്ടതാണ്. എന്നെ പിടിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? നിങ്ങൾ ഈ മൃതദേഹം കൊണ്ടുപോയി DNA ടെസ്റ്റ് ചെയ്യൂ, എനിക്കൊന്നും അറിയില്ല എന്ന് അവൻ അവിടെ പറയുന്നു. അതേസമയം നായകന്റെ സുഹൃത്തായ മോഹനും അതേ സ്റ്റേഷനിലാണല്ലോ. അവൻ ലേഡി ഇൻസ്പെക്ടറുടെ അടുത്ത് വന്ന് DNA ടെസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇത് നായകന്റെ സുഹൃത്ത് സന്തോഷിന്റെ ശരീരമാണ് എന്ന് പറയുന്നു. സന്തോഷ് ജീവിച്ചിരുന്ന കാലത്ത് നായകന്റെ ആ 5 കൂട്ടാളികളുമായി വഴക്കിട്ടിട്ടുണ്ട്. അവൻ നായകന് പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 5 പേരാണ് ഇവനെ കൊന്നത്. ഇവനോടൊപ്പം നായകന്റെ കഥയും തീർക്കാനാണ് അവർ പദ്ധതിയിട്ടത്. കുറച്ചു നാളുകൾക്ക് മുൻപ് അവർ നായകന് നേരെ വെടിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് സന്തോഷിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവരാണെന്ന് പറഞ്ഞ് ആ 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യുന്നു. നായകനെ കുടുക്കാനായി കുഴിച്ച കുഴിയിൽ നമ്മൾ തന്നെ വീണല്ലോ എന്ന് കരുതി ആ 5 പേരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ഇവിടെ നായകന്റെ മാറ്റങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരുന്ന ഭാര്യ ഇപ്പോൾ നായകന്റെ അടുത്ത് വന്ന് ഒരു സത്യം ചെയ്യിപ്പിക്കുന്നു. ഞാനൊരു സത്യം പറയാൻ പോകുന്നു, അത് നിങ്ങൾ പുറത്ത് പറയരുത് എന്ന് പറയുന്നു. എന്താ എന്ന് അയാൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് സന്തോഷ് എന്നോട് വളരെ മോശമായാണ് പെരുമാറിയതെന്ന് പറയുന്നു. അയാൾ വീട്ടിൽ വരുമ്പോഴെല്ലാം എന്നോട് മോശമായി പെരുമാറുമായിരുന്നു. ആ വേദന ഞാൻ 2 വർഷം അനുഭവിച്ചു. ഇത് ഞാൻ അപ്പോഴേ നിങ്ങളോട് പറയാൻ വിചാരിച്ചതാണ്. പക്ഷേ സന്തോഷ് നിങ്ങളുടെ ഉറ്റ സുഹൃത്തായതുകൊണ്ടും നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ അവന്റെ കഥ കഴിക്കുമെന്നും കരുതിയാണ് ഞാൻ പുറത്ത് പറയാതിരുന്നത്. അങ്ങനെ ഒരു അനിഷ്ട സംഭവം നടക്കരുതെന്ന് കരുതി ഞാൻ തന്നെ സന്തോഷിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ സന്തോഷിന്റെ കഥ ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ നായകന് തന്റെ ഭാര്യയുടെ മേൽ ഒരു തെറ്റുമില്ലെന്നും ആ സന്തോഷാണ് ഭാര്യയോട് മോശമായി പെരുമാറിയതെന്നും മനസ്സിലാകുന്നത്. ഇതറിയാതെയാണല്ലോ ഞാൻ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത്. എന്റെ ഭാര്യ നല്ലവളാണ് എന്നവൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ആ സന്തോഷിനെ ഇതിലും ക്രൂരമായി കൊല്ലണമായിരുന്നു എന്ന് മനസ്സിലോർക്കുന്നു. ഈ സത്യം തന്റെ സുഹൃത്ത് മോഹനോടും നായകൻ പറയുന്നു. അങ്ങനെയാണോ? നിന്റെ ഭാര്യ തന്നെ പറഞ്ഞോ? അപ്പോ വിട്ടേക്ക്, നിന്റെ ഭാര്യ നല്ലവളായിരിക്കും.
ഇനി മുതലെങ്കിലും നിന്റെ ഭാര്യയുമായി സന്തോഷമായി ജീവിക്കൂ. സന്തോഷിന്റെ കേസ് ഞാൻ നോക്കിക്കോളാം എന്നവൻ പറയുന്നു. എന്നാലും നായകൻ അവന്റെ ഭാര്യയെ 100% വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം നായകന്റെ വീട്ടിലേക്ക് സന്തോഷിന്റെ അമ്മ വന്നിട്ട് പോകുന്നത് നായകൻ ശ്രദ്ധിക്കുന്നു. എന്റെ ഭാര്യയോട് അവരെന്തോ സംസാരിച്ചിട്ടാണ് പോകുന്നത് എന്ന് അവൻ ശ്രദ്ധിക്കുന്നു. അതിൽ സംശയിക്കുന്നുമുണ്ട്. ഭാര്യയോട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പതിവ് പോലെ സന്തോഷിനെ കാണാതായതിനെ കുറിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് പോയതാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് നായകൻ, കുറച്ചു നാളെ ഞാനൊരു സത്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. സത്യത്തിൽ ആ സന്തോഷിനെ കാണാതായതല്ല, ഞാനാണ് അവനെ കൊന്നത്. സത്യത്തിൽ സന്തോഷ് നിന്റെ കൂടെ ബന്ധം വെച്ചിരുന്ന കാര്യം എനിക്കറിയാമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പ്രണയിക്കുകയാണെന്നും ഞാൻ അറിയാതെ ആ പ്രണയം വളർത്തുകയാണെന്നും കരുതിയാണ് ഞാൻ ആദ്യം സന്തോഷിനെ കൊന്ന് പിന്നെ നിന്നെ കൊല്ലാൻ പദ്ധതിയിട്ടത്. പക്ഷേ ഇന്നലെ നീ എന്നോട് പറഞ്ഞതിന് ശേഷമാണ് നീ നിരപരാധിയാണെന്നും ആ സന്തോഷാണ് നിന്നോട് ഇങ്ങനെ ചെയ്തതെന്നും എനിക്ക് മനസ്സിലായത്. നിനക്കൊരു കഥ കൂടി പറഞ്ഞു തരട്ടെ. എൻ്റെ അച്ഛൻ്റെ പേര് വീരസ്വാമി. എൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് നിനക്കറിയാമോ? ഈ സന്തോഷിന്റെ അമ്മയുണ്ടല്ലോ, അവർ ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ വീരസ്വാമിയുമായി അവർക്കൊരു ബന്ധമുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ഈ സന്തോഷിന്റെ അമ്മയും ഒന്നിച്ചായിരിക്കുന്നത് എൻ്റെ അമ്മ കണ്ടു. അതിൽ പിന്നെ എൻ്റെ അമ്മയ്ക്ക് അസുഖം ബാധിച്ചു മരിച്ചു. എൻ്റെ അമ്മയെ എനിക്ക് ജീവനായിരുന്നു. ഇതെനിക്ക് വലിയ ദേഷ്യമുണ്ടാക്കി. അദ്ദേഹം ഉപയോഗിക്കുന്ന നാടൻ തോക്കിൽ കൂടുതൽ വെടിമരുന്ന് നിറച്ച് അദ്ദേഹം പന്നിവേട്ടയ്ക്ക് പോകുമ്പോൾ അത് തിരിച്ചു വെടിപൊട്ടുന്ന രീതിയിൽ ഞാനാണ് തയ്യാറാക്കിയത്. അതനുസരിച്ച് എൻ്റെ അച്ഛനും അവിടെ വെച്ച് മരിച്ചു. അതുകൊണ്ടും നിർത്താതെ സന്തോഷിന്റെ അച്ഛനെയും ഞാൻ കൊല്ലാൻ പദ്ധതിയിട്ടു. സന്തോഷിന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കെങ്ങനെ അച്ഛനില്ലാതായോ അതുപോലെ സന്തോഷിനും അച്ഛനുണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ അവന്റെ അച്ഛനെയും കൊന്നത്. ഇതെല്ലാം പുറത്തറിയാതെ ഇത്രയും വർഷം ഞാൻ സൂക്ഷിച്ചു. ഇപ്പോൾ അവരുടെ കുടുംബ പാരമ്പര്യം പോലെ ആ സന്തോഷും അതേ തെറ്റ് ചെയ്തു. അതും എൻ്റെ ഭാര്യയുടെ മേൽ തന്നെ കൈവച്ചു. അവൻ ഈ ഗതി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് മുഴുവൻ കഥയും നമ്മുടെ നായകൻ നായികയോട് പറയുന്നു. നായികയും, വിഷമിക്കണ്ട, ഞാൻ തന്നെ അവന് ശിക്ഷ കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. അത് നിങ്ങളുടെ കൈകൊണ്ട് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ നായകൻ പുറത്തു പോയിട്ട് വരുന്നു. നമ്മുടെ നായിക, ഇനി മുതൽ ഭർത്താവിനെ നന്നായി നോക്കണം. നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത ഇദ്ദേഹത്തിന് ഒരു വിരുന്ന് വെച്ച് സർപ്രൈസ് കൊടുക്കണം എന്ന് കരുതി നായകൻ ഇഷ്ടപ്പെട്ട പന്നിയിറച്ചി പാചകം ചെയ്യുന്നു. നായകൻ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ചിരിക്കുന്നു. നായകനെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി അവന് ഭക്ഷണം വിളമ്പുന്നു. ഇത്രയും നാൾ നിങ്ങൾ എന്നെ അടിമയായി വെച്ചിരുന്നു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഇപ്പോഴാണ് നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇതെല്ലാം കഴിക്കൂ എന്ന് നായകനോട് പറയുന്നു. നായകൻ ആ ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ഒരു സ്പെഷ്യൽ പായസം എന്ന് പറഞ്ഞ് ആ പായസവും നമ്മുടെ നായകന് കൊടുക്കുന്നു. ആ പായസം കുടിച്ചിട്ട് നായകൻ കിടക്കയിൽ വന്ന് കിടക്കുന്നു. ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, വേഗം ഭക്ഷണം കഴിച്ചിട്ട് വാ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു എന്ന് നായകൻ പറയുന്നു. എന്നാൽ കിടക്കയിൽ കിടക്കുന്ന നായകന് കുറച്ച് സമയത്തിനകം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അവന് ഛർദ്ദിക്കാൻ വരുന്നു. ഛർദ്ദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ കഴിച്ച പായസത്തിൽ വിഷമുണ്ടായിരുന്നു എന്ന്. ഭാര്യ മംഗളയെ വിളിച്ച് വേഗം വാ, എനിക്കെന്തു പറ്റി, ആരോ ചതിച്ചു എന്ന് പറഞ്ഞ് കരയുന്നു. എന്നാൽ അവിടെ മംഗള വളരെ സാധാരണയായി കൈ കെട്ടി ചുമരിൽ ചാരി നിൽക്കുന്നു. എന്താണ് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നത്? അപ്പോൾ നീയാണോ അത് ചെയ്തത് എന്ന് നായകൻ ചോദിക്കുമ്പോൾ ഞാനാണ് ചെയ്തത്. ഇത്രയും നാൾ നീ എന്നെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷ ഇതാണ്. എന്താടാ നോക്കുന്നത്? നിന്നെ പോലെയുള്ളവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ പറയാം, അതെ, ഞാൻ നിന്റെ സുഹൃത്ത് സന്തോഷിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. മറ്റൊരു കാര്യം പറയട്ടെ, 5 വർഷം മുൻപ് ഇവിടെ മെഡിക്കൽ ക്യാമ്പിന് ഞാൻ വന്നപ്പോൾ മുതൽ ഞാനും സന്തോഷും പ്രണയത്തിലായിരുന്നു. നീ എപ്പോഴും നിന്റെ കൂട്ടാളികളോടൊപ്പമാണ് എന്നെ കാണാൻ വന്നിരുന്നത്. അപ്പോൾ ഞാൻ നിന്നെ ആയിരുന്നില്ല നോക്കിയിരുന്നത്, നിന്റെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷിനെ ആയിരുന്നു. സന്തോഷ് എന്നോട് വളരെ നന്നായി സംസാരിച്ചു, കാരണം അവനും വിദ്യാസമ്പന്നനായിരുന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് വന്ന് എൻ്റെ അച്ഛനോട് നീ എന്നെ പെണ്ണ് ചോദിച്ചു. എൻ്റെ അച്ഛൻ നീ പണക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. ശരി, ആ ജീവിതം അംഗീകരിക്കാമെന്ന് കരുതി നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നീ എന്നെ നിന്റെ വീട്ടിൽ ഒരു അടിമയായി വെച്ചു. വീട്ടിനുള്ളിൽ നിന്ന് പോലും പുറത്തിറക്കാതെ എനിക്കിഷ്ടപ്പെട്ട ജോലി പോലും പുറത്തുപോയി ചെയ്യാൻ വിടാതെ എന്നെ ഉപദ്രവിച്ചു. ഒരു മൃഗത്തെ പോലെ ഓരോ രാത്രിയും എന്നോട് പെരുമാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിന്റെ സുഹൃത്ത് സന്തോഷ് വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് വന്നത്. അവൻ എപ്പോഴെല്ലാം നിന്റെ കൂടെ ഈ വീട്ടിൽ വന്നുവോ അപ്പോഴെല്ലാം ഞാനും അവനും സംസാരിക്കാനും അടുക്കാനും തുടങ്ങി. അങ്ങനെ പരിശുദ്ധമായി പ്രണയിക്കുകയും ചെയ്തു. ഒരു ദിവസം ഞാൻ അവനുമായി രാത്രി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നീ അതെല്ലാം ഒളിഞ്ഞു കേട്ട് കണ്ടുപിടിച്ചത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നീ പോയി ആ സന്തോഷിനെ കൊന്നത്. സത്യത്തിൽ നീ സന്തോഷിനെ കൊല്ലുമ്പോൾ അപ്പോൾ ഞാൻ ഫോണിൽ നീ സന്തോഷിനെ കൊല്ലുന്നത് ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു. നീ വീട്ടിലേക്ക് ആ ചുവന്ന കറയുമായി വന്നപ്പോൾ പോലും അത് സന്തോഷിന്റെ കറയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതെല്ലാം മനസ്സിൽ വെച്ച് വേദനയോടെയും ദുഃഖത്തോടെയുമാണ്
നിന്നോട് പ്രതികാരം ചെയ്യണമെന്ന് കരുതി ഇത്രയും നാൾ കാത്തിരുന്നത്. എപ്പോൾ നിന്റെ വായിൽ നിന്ന് തന്നെ നീ സത്യം സമ്മതിച്ചോ അപ്പോൾ നിന്റെ കഥ തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് ഉറപ്പായി, അതുകൊണ്ടാണ് വിഷം തന്നത് എന്ന് നായിക സത്യം പറയുന്നു. നായകൻ ഇപ്പോൾ തോക്കെടുക്കുന്നു. എന്നാൽ തോക്കിൽ വെടിയുണ്ടയില്ല. ഇനി 15 മിനിറ്റിനുള്ളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ് നായിക ചിരിക്കുന്നു. നായകൻ അവിടെ നിന്ന് ഓടുന്നു. മുകളിലെ രഹസ്യമുറിയിലേക്ക് കയറുന്നു. ആ മുറിയിലാണ് നായകൻ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് വരച്ചു വെച്ചിരിക്കുന്നത്. അടുത്തതായി ഭാര്യ മംഗളയെ കൊല്ലാനും അവൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മറ്റൊരു തോക്കുണ്ട്. അതെടുത്ത് നായികയെ കൊല്ലാൻ വരുമ്പോൾ അതിനകം നായിക ആ തോക്കെടുത്ത് നായകനെ വെടിവെച്ചു കൊല്ലുന്നു. അടുത്ത ദിവസം രാവിലെ ആയത് കാണിക്കുന്നു. നായിക തന്റെ വീടിന്റെ പടിയിലിരുന്ന് കരയുന്നു. അവിടെ പോലീസുകാർ കൂടുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് കാണിക്കുന്നത്. നമ്മുടെ നായകന്റെ സുഹൃത്തായ മോഹൻ എന്ന പോലീസുകാരൻ നായികയുടെ ആളാണ്. സത്യത്തിൽ നായകൻ നായികയോട് ചെയ്യുന്ന ക്രൂരതകളെല്ലാം അവനും കണ്ടിരുന്നു. ഇങ്ങനെ ഒരു ക്രൂരന്റെ കൂടെയാണോ ഇവൾ ജീവിക്കേണ്ടത് എന്ന് അവൻ വിചാരിച്ചിരുന്നു. സന്തോഷിനെ കൊന്ന കാര്യം മോഹനോട് പറയുമ്പോൾ അവൻ അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നായകന്റെ കൂടെ നിന്ന് അവന്റെ ഭാര്യയെ സംരക്ഷിച്ച് നായകനെ അറസ്റ്റ് ചെയ്യണമെന്ന് അവൻ വിചാരിച്ചിരുന്നു. സന്തോഷിന്റെ അമ്മയ്ക്കും ഈ കാര്യം അറിയാമായിരുന്നു. സന്തോഷിന്റെ അമ്മ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പോയിരുന്നല്ലോ. അപ്പോൾ നിന്റെ ഭർത്താവിനെ കൊന്നു കളയണമെന്ന് പറഞ്ഞ് ഇവരെല്ലാം ചേർന്നാണ് ഇപ്പോൾ നമ്മുടെ നായകന്റെ കഥ തീർത്തതെന്നും ഇങ്ങനെ ഒരു ക്രൂരൻ മരിക്കാൻ ഇത് തന്നെയാണ് കാരണമെന്നും പറഞ്ഞ് സിനിമയുടെ കഥ അവസാനിക്കുന്നു. അവസാനം ആ ലേഡി ഇൻസ്പെക്ടർക്കും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടും ഈ പെൺകുട്ടി ഇനി മുതലെങ്കിലും സന്തോഷമായി ജീവിക്കുമല്ലോ, അത് മതി, ഈ പെൺകുട്ടിയുടെ മേൽ കുറ്റം ചാർത്തേണ്ട എന്ന് പറഞ്ഞ് സന്തോഷിനെ നായകനാണ് കൊന്നത്. സന്തോഷ് ചെറുപ്പം മുതൽ നായകന്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ട് സന്തോഷിനെ പിരിഞ്ഞിരിക്കാൻ കഴിയാതെ ആ കുറ്റബോധം കാരണം നായകൻ സ്വയം ജീവൻ ഒടുക്കി. അതായത് അവൻ തോക്കെടുത്ത് സ്വയം വെടിവെച്ചു മരിച്ചു എന്ന് പറഞ്ഞ് അവർ ആ കേസ് ക്ലോസ് ചെയ്യുന്നു. ഒരു വ്യത്യസ്തമായ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ തീർച്ചയായും ഇഷ്ടപ്പെടും എന്നുറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.